10ാമത് ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ അവൻ വിടും. ഹല്ലേലൂയ! അവൻ വിടാൻ പോകുകയാണ്. ആ വലിയ രാത്രി മിസ്രയീമിൽ വരികയാണ്. ഇത് മിസ്രയീം ജനത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു രാത്രിയായിരിക്കും ഈ രാത്രി. ഹല്ലേലൂയ! ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഈ കൂരിരുട്ടുണ്ടായപ്പോൾ അത് മിസ്രയീമിലെ ആളുകൾക്ക് മാത്രമാണ് അത് എഫക്ട് ചെയ്തത്. ഇസ്രായേൽ മക്കളുടെ വീടുകളിലെല്ലാം വെട്ടമുണ്ടായിരുന്നു, പ്രകാശമുണ്ടായിരുന്നു. ഹല്ലേലൂയ! യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ! യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ ദേശത്തുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നീ പ്രകാശമുള്ളവനായിരിക്കും, പ്രകാശമുള്ളവളായിരിക്കും. ഇരുളിൽ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ല. ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തെ മറന്നു കളയുന്ന മിസ്രയീമ്യൻ 3 ദിവസം ഇരുട്ടിലിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ പ്രകാശമുണ്ടായിരുന്നു. ദൈവം അവരുടെ വെളിച്ചമായി മാറി. ഹല്ലേലൂയ! യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇനി വായിച്ച ആ വാക്യം, നേരത്തെ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. അന്തരാത്രിയിലെ ഞാൻ എகிப்து தேசமெங்கும் கடந்துപോയി எகிப்து தேசத்திலுள்ள மனிதர் முதல் மிருக ஜீவன்கள் மட்டும் முதற்பேராய் இருக்கிறவைகளையெல்லாம் அதம் பண்ணி எகிப்து தேவர்கள் மேல் நீதியை செலுத்துவேன். நானே கர்த்தர். പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീമിലൂടെ കടന്നു പോകും. ഹല്ലേലൂയ! മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും എന്ന് പറഞ്ഞാൽ കൊന്നുകളയും. ഹല്ലേലൂയ! ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ! ഇതുവരെ എല്ലാം സാമ്പിൾ വെടിക്കെട്ടാ നടന്നത്. ഹല്ലേലൂയ! ഒറിജിനൽ വെടി പൊട്ടാൻ പോവുക. ഹല്ലേലൂയ! എന്താ പറഞ്ഞേ? ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിലെല്ലാം നിലവിളി ഉണ്ടാകാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ, മിസ്രയീമ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു കളയുവാൻ കഴിയാത്ത നിലകളിൽ, കുടിലിൽ താമസിക്കുന്ന വീട്ടിലെ മൂത്ത പുത്രൻ മുതൽ രാജകൊട്ടാരത്തിൽ ഫറവോന്റെ മൂത്ത പുത്രൻ വരെ ഈ രാത്രിയിൽ കൊല്ലപ്പെടും. അത് മാത്രമോ, നിന്റെ കുടുംബങ്ങളിലെല്ലാം ഉള്ള സകല മൃഗത്തിന്റെയും കടിഞ്ഞൂലുകൾ ഈ രാത്രി ചത്തു വീഴും. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉയർന്നു. സംഹാരദൂതൻ അവിടെ താണ്ഡവമാടി. മരണം വിതച്ച ഭയാനകമായ രാത്രിയായിരുന്നു അത്. ഹല്ലേലൂയ! നീ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലാണോ? മോശയോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ സംരക്ഷിക്കും, പക്ഷെ ഒരു കാര്യം, ഊനമില്ലാത്ത ഒരാടിനെ നീ അറുക്കണം. ഹല്ലേലൂയ! ആ ആടിനെ അറുത്തതിന്റെ രക്തം നീ എടുത്ത് നിന്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും നീ പുരട്ടണം. ഹല്ലേലൂയ! കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം അടയാളമുള്ള ഭവനത്തിൽ ഞാൻ സംഹാരദൂതൻ കടക്കുകയില്ല. നീ ഒരുപക്ഷെ പുരട്ടാൻ മറന്നുപോയാൽ നിന്റെ മരണം താണ്ഡവമാടും. ഹല്ലേലൂയ! 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞാട് എനിക്കും നിനക്കും വേണ്ടി കാൽവരി കുലക്കളത്തിൽ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ! അവന്റെ രക്തം സകല പാപങ്ങളെയും മോചിച്ച് നിന്നെ ശുദ്ധിയുള്ളവനാക്കുന്നു. അവന്റെ രക്തത്താൽ കഴുകൽപ്പെട്ട ദൈവത്തിന്റെ പൈതലെ,
മരണത്തിന് നിന്റെ മേലിനി അധികാരമില്ല. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഭരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. നീ കർത്താവിനാൽ വിലയ്ക്ക് വാങ്ങിയവനാണോ? കർത്താവിന്റെ ചോരയാൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാണോ, വീണ്ടെടുക്കപ്പെട്ടവളാണോ എന്ന് ഇന്ന് പകൽക്കാലം നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിച്ചെങ്കിൽ നന്നായിരുന്നു. ആ രാത്രി ഒരു ഭയാനകമായ രാത്രിയായിരുന്നു. മിസ്രയീമിലെല്ലോ കൂട്ട നിലവിളി ഉയരുന്ന രാത്രിയായിരുന്നു ആ രാത്രി. ഇസ്രായേൽ മക്കൾ ഊനമില്ലാത്ത ഒരാടിനെ അറുത്ത് കയ്പ് ചീരയോടുകൂടെ നീ അതിനെ തിന്നണം, അതിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം. ഞാനവിടെ വായിച്ചപ്പോൾ ഒരു വീട്ടിൽ എത്ര ആളുണ്ടോ അതിന് കണക്കാക്കി വേണം നീ ആടിനെ ഇറക്കാൻ. ഒരു ആടിനെ ഇറക്കുമ്പോൾ ആ ഭക്ഷണം മുഴുവനും നീ തിന്നു തീർക്കണം. അതിന് ആവശ്യമായ ആളുകളെ നിന്റെ വീട്ടിലില്ലെങ്കിൽ നീ അയലത്തുകാരെ കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെ ചെയ്യുമോ നമ്മൾ? അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ? നിന്റെ വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വേദനപ്പെടുന്ന അയലത്തിലെ നിന്റെ വീട്ടിന്റെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ തീ പോഞ്ഞോ, അവന്റെ വീട്ടിൽ കഞ്ഞിയുണ്ടോ, അവന്റെ വിശപ്പിന് വല്ലതുമുണ്ടോ എന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? കർത്താവ് പറയുകയാണ്, നീ ഊനമില്ലാത്ത ആടിനെ അറുക്കുമ്പോൾ നിനക്കത് തിന്നു തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ താർസീസ് ബ്രദറെ, നിങ്ങൾ മറ്റൊരുത്തിന് കൊടുക്കാൻ തയ്യാറാകണം. 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുന്നതിൽ തെറ്റില്ല. കർത്താവ് അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കരുത്. അത് ആരുടെയോ അവകാശമാണ്. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം. അത് ഭക്ഷണമായാലും പണമായാലും നിന്റെ നന്മകളായാലും നിന്റെ അനുഗ്രഹമായാലും നിനക്ക് ആവശ്യമില്ലാത്തതെല്ലാം ആർക്കോ ആവശ്യമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ആടിനെയെല്ലാം അവർ അറുത്തു. അതിന്റെ രക്തമെടുത്ത് ഇസ്രായേൽ മക്കളുടെ വീടുകളിലെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും അവർ പുരട്ടി. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ആ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിൽ ഞാൻ ന്യായവിധി നടത്തും. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പാപികൾക്ക് ശിക്ഷ വരത്തില്ല എന്ന്? ഈ അടുത്ത കാലത്ത് TV പത്രമൊന്നും നോക്കാൻ പറ്റാത്ത നിലകളിൽ പേടിപ്പെടുത്തുക. ഹല്ലേലൂയ. 2ഉം 3ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും നരാധമന്മാർ വെറുതെ വിടാതെ പിച്ചിച്ചീന്തുന്ന പാപമംഗുലമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോദോം ഗോമോറയിൽ ഉണ്ടായതിനേക്കാൾ ഭയാനകമായ രാത്രികളാണ് നമ്മുടെ രാത്രികൾ. രാത്രി എന്ന് മാത്രമല്ല, പകലും അങ്ങനെയാ. പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് കുടിക്കുന്ന പാപമംഗുലമായ ഒരു ലോകമായി മാറി നമ്മുടെ ലോകം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണോ എന്ന് ഇന്ന് പകൽക്കാലം നീ പരിശോധിക്കണം. ഹല്ലേലൂയ. നീ അങ്ങനെ ചെയ്തില്ല എങ്കിൽ കർത്താവിനോടൊന്ന് പറയണം, കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുൻപേ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ അത് അങ്ങ് വരികയും കേവലം ഒരു മനുഷ്യനായി ഭൂമിയിൽ ജാതനാകുകയും ജനിക്കുവാൻ പോലും ഇടമില്ലാതെ അങ്ങ് പ്രസവിച്ച് പശുച്ചോട്ടിയിൽ കിടത്തിയല്ലോ. അങ്ങ് ദരിദ്രനായി തീർന്നത് ഞാൻ സമ്പന്നനാകുവാൻ വേണ്ടിയല്ലേ? നിങ്ങൾക്ക് നല്ല വസ്ത്രമില്ലേ? നല്ല ഭക്ഷണമില്ലേ? നല്ല ആഹാരമില്ലേ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്,
4 പേര് ഞാനൊന്ന് പാടട്ടെ. ഹല്ലേലൂയ. അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ സഞ്ചരിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ സഞ്ചരിച്ചു. അവന് ജനിക്കുവാൻ പോലും സ്ഥലമില്ലായിരുന്നു. വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ഏതോ പാറപ്പിളർപ്പിന്റെ മറവിൽ എൻ്റെ അരുമരക്ഷകനായ ക്രിസ്തുവിന്, ആ പെസഹ കുഞ്ഞാടിന് തൻ്റെ അമ്മ മറിയ ജന്മം കൊടുത്തിയിട്ട് അവളെ എടുത്തു കിടത്തിയ സ്ഥലമത്രേ പശുത്തൊട്ടി. ഹല്ലേലൂയ. ഈ രാത്രി മിസ്രയീമിന്റെ ജീവിതത്തിൽ നിർണായകമായ രാത്രിയാണ്. കഴിഞ്ഞ 9 പ്രാവശ്യവും ദൈവം നിന്നോട് ക്ഷമിച്ചു. ഈ 9 പ്രാവശ്യം വാക്കുമാറ്റി. ഇനി നിനക്കുള്ള ശിക്ഷ മരണമാ. ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ഈ പകൽക്കാലം ആഴമായി ഇറങ്ങിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര കഠിനമായ പാപമാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം, അനവധി തവണ അവൻ ആ പാപത്തെ മറന്നു കളഞ്ഞില്ലേ? വീണ്ടും നീ പാപിയായിട്ടാണോ ജീവിക്കുന്നത്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, വിട പറയൂ, പാപത്തിൽ നിന്ന് മടങ്ങി വാ. ഹല്ലേലൂയ. മടങ്ങി വന്നില്ലെങ്കിൽ കായീനോട് കർത്താവ് പറഞ്ഞു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാ. പിന്നെ നിന്നെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല, മരണമാണ് ബാധി. ഫറവോനോട് തന്റെ കൂടെ നിന്ന ഭൃത്യന്മാർ പലരും പറഞ്ഞു, നമ്മളെ നാട് മുടിഞ്ഞു മുടിഞ്ഞു വരിക, നമ്മളെ വീട് മുടിഞ്ഞു മുടിഞ്ഞു വരികയാ, നമ്മളെ കുടുംബം മുടിഞ്ഞു മുടിഞ്ഞു വരികയാ. ഹല്ലേലൂയ. ദൈവം പറയുന്നത് കേൾക്കാം, കർത്താവിന് ചെവി കൊടുക്കാം, അവൻ പറയുന്ന വാക്ക് വിശ്വസിക്കാം. അവൻ വെറുതെ ഒന്നും പറയത്തില്ല. അവന്റെ വാക്ക് ഈ പകൽക്കാലം കേൾക്കാം നമുക്ക്. ഫറവോൻ കേട്ടില്ല. ഓമനിച്ച് വളർത്തിയ ഒരു മകൻ, മൂത്ത മക്കളോട് നമുക്ക് പ്രത്യേകിച്ച് സ്നേഹമുണ്ടാകും അല്ലേ? ആദ്യം ജനിക്കുന്ന ആദ്യജാതനോട് നമുക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ടാകും. അതിനെ പറയുന്ന പേരാണ് കടിഞ്ഞൂൽ പുത്രൻ. ബൈബിളിൽ പറയുന്ന ഭാഷ അതാണ്, കടിഞ്ഞൂൽ പുത്രൻ. മിസ്രയീം ദേശത്തിലെ പാവപ്പെട്ടവ കൂരകളിൽ അന്തി ഉറങ്ങുന്ന കുടുംബത്തിൽ ആദ്യം ജനിച്ചവന്റെ വീട്ടിൽ നിന്ന് നിലവിളി ഉയരുന്നു. ആ രാത്രി ഭയങ്കരമായ രാത്രിയായിരുന്നു. ആ രാത്രി ഭയാനകരമായ രാത്രിയായിരുന്നു. ആ കൂറ്റിരുട്ടിൽ നിലവിളി മാത്രം മുഴങ്ങി മിസ്രയീം രാജ്യത്ത് എല്ലാ വീടുകളിലും മരണം. ഹല്ലേലൂയ. അതുവരെ സന്തോഷിച്ചിരുന്ന ഫറവോനും സൈന്യവും, എന്റെ വീട്ടിൽ മരണമുണ്ടാകത്തില്ല, ഞാൻ കൊട്ടാരത്തിലാ പാർക്കുന്നേ, ഇവിടെ ശക്തിയായ വാതിലുകളും ശക്തിയായ ജനലുകളും ഓടാമ്പലുകളുമൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ശക്തന്മാരായ ആയുധങ്ങളേന്തിയ പടയാളികൾ കൊട്ടാരത്തിന്റെ 4 ചുറ്റും നിൽപ്പുണ്ട്. ഇവിടെ ഒരു സംഹാരകനും
കടക്കുകയില്ല എന്നുള്ള അമിതമായ കോൺഫിഡൻസ്, വിശ്വാസമായിരുന്നു ഫറവോനുണ്ടായിരുന്നത്. ബാക്കി പാവങ്ങളെല്ലാം ചത്തുമുടിഞ്ഞാലും എനിക്കൊന്നുമില്ല. ഫറവോൻ വിചാരിച്ചു, എൻ്റെ പുത്രനും ഞങ്ങളെല്ലാം സേഫായിരിക്കും. കുറെ കഴിഞ്ഞപ്പോൾ സംഹാരകൻ കൊട്ടാരത്തിനകത്ത് കയറി. കുടിലായിരുന്നാലും അവൻ കയറും, കൊട്ടാരമായിരുന്നാലും കയറും, പാവപ്പെട്ടവനായിരുന്നാലും കയറും, പണക്കാരനായിരുന്നാലും കയറും, ആരോഗ്യമുള്ളവന്റെ അടുത്തും കയറും, ആരോഗ്യമില്ലാത്തവന്റെ അടുത്ത് കയറും. സകലയിടങ്ങളിലും മരണം വരും. സംഹാരകൻ അവിടെ താണ്ഡവമാടി. സംഹാരകൻ അവിടെ താണ്ഡവമാടി. ഇസ്രായേൽ മക്കളെ ദൈവം പ്രൊട്ടക്ട് ചെയ്തു. കാരണം എന്താണെന്ന് അറിയാമോ? സംഹാരകൻ പോയപ്പോൾ ഇങ്ങനെ നോക്കി, കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിന്റെ ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്. അനർത്ഥങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, നിരാശകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന്